അങ്ങനെ ഞാൻ മാല കെട്ടാൻ പഠിച്ചു. ഒരു മഴ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതമാണ്. ഒട്ടൊന്നും വിരിയാതെ വെയിലത്ത് നിന്നിരുന്ന ഒരു നന്ദ്യാർവട്ടമായിരുന്നു ഇത്. ഒരു മഴ കഴിഞ്ഞപ്പോൾ അതാണ്ട് എന്തോരം പൂക്കളാണെന്ന് അറിയോ. പലരും പൂ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നിട്ട്. പണ്ടുള്ള ആൾക്കാർ പറയും നന്ദ്യാർവട്ടം പിടിക്കുകയാണെങ്കിൽ ഒരു 10 പൂവെങ്കിലും കൈകൊണ്ട് പിച്ചിയില്ലെങ്കിൽ അടുത്ത വട്ടം നന്ദ്യാർവട്ടം പിടിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. പണ്ട് ഇവിടെ നിന്നപ്പോൾ അമ്പലത്തിലേക്ക് മാല കെട്ടാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലെ അമ്മ വന്ന് പറിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നു കേട്ടോ. ഇപ്പൊ അവർ വീട് മാറി പോയി. അതിന്റെ ഒരു സ്മരണയ്ക്ക് ഞാൻ ഒന്ന് മാല കെട്ടി പഠിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് അങ്ങനെ അധികം മാല കെട്ടാനൊന്നും അറിയത്തില്ല. പിന്നെ എത്രയോ വട്ടം കുത്തിയിരുന്ന് മാല കെട്ട് പഠിച്ചിട്ടാണ് പിന്നെ ഇതിൽ അവസാനത്തെ ട്രയൽ നടത്തുന്നത്. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മാല കെട്ടുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് ഒരു സരസ്വതി ക്ഷേത്രമുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതേപോലെ മാലയൊക്കെ കോർക്കാൻ വേണ്ടിയിട്ട് പല പൂക്കളൊക്കെ കളക്ട് ചെയ്ത് പോകാറുണ്ട്. ഒരുപാട് ടെക്നിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ മാല കോർക്കുന്നത് ഞാൻ അപ്പോഴാണ് വിചാരിച്ചു ഇത്രയും ടെക്നിക്കുകളുണ്ടോ മാല കോർക്കാനായിട്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒക്കെ സൂചി നൂലുണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്. മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ പിടിക്കുകയാണെങ്കിൽ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.